ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാം എന്നാലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാം എന്നൊക്കെ ഓർത്തു കേട്ടോ. പക്ഷേ എനിക്ക് അതിനൊന്നും ഉള്ള മൂടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പ് ആ കാണുന്ന ആ ഒരു ഫ്ലവറില്ലേ, അതൊരു ചെടിച്ചട്ടിയിൽ നിന്നും ഉത്ഭവിച്ചേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. വീഡിയോ അത്രേ കിട്ടുന്നുള്ളൂ, ക്യാമറയിൽ അത്രേ കിട്ടിയുള്ളൂ. അപ്പം ഈ ഒരു സംഭവം ഞാൻ മേക്ക് ചെയ്തതാണ്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഹനഫ് ഫാഷൻ ടെക് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചാനലും കൂടി എനിക്കുണ്ട്. റെഗുലർ വീഡിയോസ് നമ്മൾ അതിലാണ് അപ്ലോഡ് ചെയ്യുക. ക്രാഫ്റ്റിൻ്റെയും ഹെയർ അക്സസറീസിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കേട്ടോ. അതായത് എൻ്റെ കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിലിടുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു സംഭവം ഭയങ്കര ഈസി ആയിട്ട് ഒരു ചുള്ളിക്കമ്പും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറില്ലേ, നമ്മുടെ കീസ് എന്ന് പറയുന്ന സാധനം, ഇവിടെ അത് അങ്ങനെയാണ് കേട്ടോ പറയുന്നത്, അതും വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ആകെ ഈ രണ്ട് സാധനവും പ്ലസ് കുറച്ച് നൂലും, അത്രയും മാത്രം മതി കേട്ടോ. നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി. അത് വെച്ചിട്ടാണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നല്ല വർക്കാണ് കേട്ടോ. ഞാൻ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇക്കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ നല്ലതെന്നുള്ളത്. ഞാൻ എന്ത് കാര്യം ചെയ്താലും ആളങ്ങോട്ട് ഓക്കെ കൊള്ളാം അടിപൊളി എന്നൊന്നും പറയത്തില്ല. പക്ഷേ ഈ സംഭവം ഓക്കെ കുഴപ്പമില്ല കൊള്ളാം എന്നൊരു വാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ശരിയെങ്കിലും നല്ലതാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും ആളിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓക്കെ പറയത്തുള്ളൂ. അപ്പോൾ അത് കൊള്ളാമെന്ന് പറഞ്ഞു. അത് ഞാൻ എനിക്കൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഓക്കെ കൊള്ളാം ഷിംല നന്നായിട്ടുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ വെറുതെ തീരിച്ച് കളയാൻ പറ്റുന്ന ഒരു കുഞ്ഞു കമ്പ്, അതാണ് നമ്മളങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി റൂട്ട് മാറി ഹനഫ് ഫാഷൻ ടെക്കിലോട്ട് പോയി. ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ കഥ പറയാം. എല്ലാ മാസവും ഒരു 1-2 ആഴ്ച ഞാൻ ഭയങ്കര മൂശേട്ട സ്വഭാവമായിരിക്കും കേട്ടോ. മൂശേട്ട സ്വഭാവം മീൻസ് ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവം. എനിക്ക് തീരെ എന്നെ ഇഷ്ടമില്ലാത്ത, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ ചൊറിഞ്ഞ് വെറുപ്പിക്കുന്ന സ്വഭാവം. ആ സ്വഭാവത്തിലൂടെയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അതായത് പീരിയഡ്സിൻ്റെ ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡാണ് ഞാൻ. പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ പ്രാന്തെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ രാവിലെ മടിയായിരുന്നു. നമ്മൾ കുറച്ച് റൊട്ടീൻ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും മാറ്റം വരുത്തരുത് എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റം വരുത്തിയില്ല. പക്ഷേ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ചില മൂഡ് ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നില്ലല്ലോ. ഇത് തന്നെ ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത്, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്കത് കറക്റ്റ് വേയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് വളരെ കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ. യൂട്യൂബ് വീഡിയോസൊക്കെ റെഗുലറായിട്ട് കണ്ടു തുടങ്ങി. ഇങ്ങനെ വീഡിയോസിലൊക്കെ ഓരോരുത്തർ പറഞ്ഞും ഒക്കെയാണ് എനിക്കും അത് റിലേറ്റ്, ഓക്കെ ഈ ഒരു സമയമാകുമ്പോഴാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്നൊക്കെ റിലേറ്റ് ചെയ്ത് തുടങ്ങിയത് ഈ കുറച്ച് സമയമായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. മുന്നേ ഈ ക്യാരക്ടർ ചേഞ്ച്, അന്യനാവുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് എനിക്കുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് അത് എൻ്റെ സ്വഭാവമാണ്. ഓക്കെ, എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കുറച്ച് സമയം ഞാൻ ഭയങ്കര ബോർ ക്യാരക്ടറായിരിക്കും കേട്ടോ. വെറുതെ ദേഷ്യപ്പെടുക, വെറുതെ ഇരുന്ന് കരയുക, വെറുതെ ടെൻഷൻ അടിക്കുക, ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുക, അങ്ങനെ. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ദേഷ്യം എന്ന് പറഞ്ഞാൽ കരച്ചിലാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരുന്ന് കരയും. അതെന്ത് പറഞ്ഞിട്ടാണെന്നറിയോ കരയുന്നത്? ഞാൻ കൊച്ചുകുട്ടിയാണോ ഈ കാര്യത്തിനൊക്കെ കരയാനെന്ന് ചോദിച്ചിട്ടായിരിക്കും ഞാൻ കരയുന്നത്. ചുമ്മാ കരയാൻ തോന്നും. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പിള്ളേരെടുത്ത് ദേഷ്യപ്പെടുക, ഇക്കാലത്ത് ദേഷ്യപ്പെടുക, ഇങ്ങനെ ഒരു ചൊറി ക്യാരക്ടറായിട്ട് മാറും കേട്ടോ ഞാൻ.
അപ്പോൾ ഇക്കാക്കും അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആളെന്നെ ഓക്കെ അടി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാറിപ്പോവും, ഒഴിവാക്കൽ പരിപാടി വരും കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് അതാവും പിന്നെ പ്രശ്നം. ഓക്കെ എന്നെ ഒഴിവാക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതായിരിക്കും പ്രശ്നം ഉണ്ടാക്കുക. അതായത് കുഞ്ഞു കാര്യങ്ങളിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇതെൻ്റെ പ്രശ്നമാണ്, ഓക്കെ എൻ്റെ വൃത്തികെട്ട ഒരു ക്യാരക്ടറാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ ഒരു പീരീഡ്സിന് കറക്റ്റ് ഒരാഴ്ച മുന്നേ മുതലേ എനിക്ക് ഈ ഒരു ചേഞ്ച് വന്നു തുടങ്ങും കേട്ടോ. സ്വഭാവത്തിലുള്ള ഒരു ചേഞ്ച് വന്നു തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, അന്യനെ പോലെ ഞാൻ പെരുമാറി തുടങ്ങും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, വെറുതെ ടെൻഷനാണ് കൂടുതലും. ഇങ്ങനെ ടെൻഷൻ വന്നിട്ട് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മറുപടി അങ്ങ് പറഞ്ഞാൽ മതി. നീ ഇത് ചെയ്യുവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതേന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞാനത് പറയത്തില്ല, പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും മറുപടി പറയുക. അല്ലെങ്കിൽ ചോദിക്കുന്നതിൻ്റെ ബദലായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും തിരിച്ചു വരിക. അപ്പോഴത്തേക്കും ക്ലാഷ് ആവും. ഇക്കാക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആവും. അപ്പം അതാവും അടുത്ത പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ ഒരാഴ്ച എന്ന് പറയുന്നത് എനിക്കങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. പിള്ളേരുടെ അടുത്തും സെയിം ആയിരിക്കും. എന്തെങ്കിലും ചോദിച്ചു വരുമ്പോഴത്തേക്കും ദേഷ്യപ്പെടും. എന്നിട്ട് എനിക്ക് തന്നെ വിഷമം, അയ്യോ ഞാനെന്തിനാ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടേന്ന് എനിക്ക് തന്നെ വിഷമം വരും. എന്നിട്ട് ഞാൻ ഇരുന്ന് കരയും, ചുമ്മാ കരയും. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം കരയും. ഞാൻ പറഞ്ഞില്ലേ, വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലെ കരച്ചിൽ വരും. നിങ്ങൾക്ക് ഇതിനകത്തെ ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഞാനിങ്ങനെ എൻ്റെ അനിയത്തിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എനിക്കിങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ പറയും കേട്ടോ, ഓക്കെ സെയിം സിറ്റുവേഷൻ അവൾക്കും ഉണ്ട്, അവൾ ഇതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് ഓക്കെ, അങ്ങനെയാണ് ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും ഈ ഒരു അല്ലെങ്കിൽ അവൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെയാണ് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയതും ഓക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നലെ പീരീഡ്സ് ആയി. അപ്പോഴത്തേക്കും ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെയും ഒട്ടും വയ്യായിരുന്നു, ഇന്നും സെയിം സിറ്റുവേഷൻ. ഒരു 3 days ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ജോലിയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ കിടന്നാൽ മതി എന്നൊരു തോന്നൽ വരും. അത്രയും പെയിനാണ്. പഴയ സിറ്റുവേഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര കൂടുതലാണ്. പെയിൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലാണ്. അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ വരും കേട്ടോ. പെയിൻ മാത്രമല്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നുക, തലവേദന എടുക്കുക, എന്തൊക്കെയോ ക്ഷീണം പോലെ വരിക, എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കാൻ തോന്നുക, ചുണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുന്ന പോലെ, അങ്ങനെ കുറേ അവസ്ഥകൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണ് അതാണ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു അന്യൻ ക്യാരക്ടർ എല്ലാ മാസവും എന്നിൽ ഉറങ്ങിക്കിടക്കുന്നത് പുറത്ത് വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്യാൻ എനിക്കങ്ങനെ താല്പര്യം ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇത് തന്നെ പറയാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒക്കെ പറയുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഉണ്ടാവത്തില്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഒക്കെ ഇങ്ങനെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഇതേമാതിരി മാറും എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, എങ്ങനെയൊക്കെ സംഭവിക്കുമോ. കാരണം എനിക്ക് ഈ സംഭവം ഉണ്ട്, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ക്യാരക്ടർ അതാണെന്നാണ്. ഇതാണെന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള നോളജ് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഓക്കെ ഇതാണ് സംഭവം, ഇതുകൊണ്ടാണ്. അത് കഴിഞ്ഞൊരു പീരീഡ്സ് കഴിഞ്ഞൊരു 2-3 days കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ. ഞാൻ നോർമലാവും, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഈ ഒരാഴ്ച ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും പിള്ളേരും ഇക്കായും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അന്തരീക്ഷവും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ അതുമായിട്ട് ജോയിൻ്റ് ആയിട്ട് അങ്ങ് പോകും. പക്ഷേ ഇതേ സെയിം സിറ്റുവേഷൻ എനിക്ക് ഒരാഴ്ച മുമ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ച് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. അത് മാത്രമല്ല, ഇതിന് മുമ്പ് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ചെസ്റ്റ് പെയിൻ നന്നായിട്ട് വരും, നല്ല പെയിനാണ്. പിന്നെ കൈയുടെ ഈ ഒരു ഇവിടെയൊക്കെ ആയിട്ടൊരു പെയിൻ പോലെ വരാറുണ്ട്. നടുവേദന, നടുവഴുപ്പ്, അങ്ങനെ കുറച്ച് പരമായിട്ടും കുറച്ചധികം പ്രോബ്ലംസ് വരാറുണ്ട്. 1 week കഴിയുമ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ ടൈം പേടിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പണ്ടൊന്നും എനിക്ക് ഇത്രയും പ്രോബ്ലം, പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ 1-2 ദിവസമൊക്കെ ലീവ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പീരീഡ്സിൻ്റെ ടൈമിൽ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക്
അത്രയ്ക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് പെയിൻ വരുന്നതെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം എനിക്ക് PCOD ഉണ്ടായിരുന്നു. അത് പക്ഷേ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം PCOD ഇല്ല കേട്ടോ. ഇല്ല മീൻസ് ചെറിയ രീതിക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഒരു രീതിക്ക് ഉണ്ട് എന്നാണ് ഇപ്പം ലാസ്റ്റ് ഞാൻ ഒരു മാസം മുമ്പ് അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും PCOD എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, അതേപോലെ പോയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഡെലിവറി ടൈമിൽ സിസേറിയൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ അതൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പെയിൻ, ആ ഒരു ടൈമിലുണ്ടായിരുന്ന പെയിൻ തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒരു പീരീഡ്സിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ഡെലിവറി പെയിൻ അല്ല കേട്ടോ. സിസേറിയനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം പെയിനാണ് എല്ലാ മാസവും ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പോൾ പീരീഡ്സൊക്കെ റെഗുലറാണ്, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാറുണ്ട്, എന്നാലും വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെൻ്റലി ഫിസിക്കലി എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. ഈ ഒരു ടൈമും കടന്നു കിട്ടാന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്കേറെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് മീൻസ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നലെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ തീരെ വയ്യാതെ ഹലോ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞ സമയത്ത് അവളെൻ്റെ ചോദിച്ചു, എന്താ എനിക്ക് ജലദോഷവും കൂടി വന്നോന്ന്. കാരണം എൻ്റെ വോയിസ് പോലും ചേഞ്ച് ആകുന്ന അത്രയും പെയിനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നിങ്ങനെ മന്ദഗതിയിൽ മടി പിടിച്ച് ഇരിക്കാനുള്ളൊരു കാര്യം. പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ എൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതും, വേറൊരു കണക്ക് എനിക്ക് മെൻ്റലി കുറച്ച് സ്ട്രെസ് തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ അധികം കെയർ ചെയ്യാറില്ലോ. നിനക്ക് വയ്യെങ്കിൽ നീ അത് ചെയ്യണ്ട, അങ്ങനെ പറയത്തില്ല. കൂടുതലായിട്ട് എനിക്ക് ജോലികൾ, ടാസ്കുകൾ തന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ കിടക്കലങ്ങോട്ട് ഒഴിവായിട്ട് അതിലോട്ട് ഇൻവോൾവ് ആവും. അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെ കിടന്നു പോകാണ്ട് പോകുന്നത് പുള്ളിക്കാരൻ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സിറ്റുവേഷൻസ്. നിങ്ങളുടെ അവസ്ഥകൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു അന്യനാവുന്ന സ്വഭാവം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ചുമ്മാ രസമല്ലേ, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് വളർത്തു ദോഷത്തിൻ്റെ കുഴപ്പമല്ല. നമുക്ക് ഇതുപോലെ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ് കേട്ടോ. ചുമ്മാ പറയുന്നതാണെന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പഴയ ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഈ ഡിപ്രഷൻ്റെ കാര്യം പറയുമ്പോൾ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടും പ്രസവിച്ചിട്ടുണ്ട്, ഇന്ന് അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ? പണ്ടും സിറ്റുവേഷൻ സെയിം ആയിരുന്നിരിക്കും, അതെന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നിരിക്കില്ല. എൻ്റെ കാര്യം അതായിരുന്നു. എനിക്ക് പണ്ടും ഇതേപോലെ ഞാൻ മാസത്തിലൊരുക്ക അന്യൻ ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് ഓക്കെ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. പണ്ടും സെയിം സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, പേടിച്ചിട്ടൊക്കെ പ്രശ്നം വന്നിട്ട് ഇങ്ങനെ മെൻ്റലി പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയ ആൾക്കാരെയൊക്കെ കുറിച്ചിട്ട് അവരുടെയൊക്കെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സെയിം ഈ ഒരു ഡിപ്രഷൻ ആയിരിക്കാം. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാവും അല്ലേ. അതിനെങ്ങനെ ഓക്കെ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയുവാണെങ്കിൽ അത് അവരുടെ മനസ്സിലാക്കാത്തവരുടെ പ്രശ്നമാണ് കേട്ടോ. അഭിനയിക്കുന്നൊന്നുമല്ല. കുറച്ചിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് അതായത് കറക്റ്റ് ഒരു ടൈം പീരീഡും കാര്യം. ഇപ്പം ഇന്ന ദിവസം തന്നെ പീരീഡ്സ് ആവും എന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ഓക്കെ ഇന്ന ദിവസം ആവും, അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒരു ആഴ്ച മുമ്പ് അഭിനയിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ കറക്റ്റ് ഇതൊന്നുമല്ല. ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ പിന്നെ അത് കറക്റ്റ് കണ്ടുപിടിച്ച് അഭിനയിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അഭിനയമൊന്നും അല്ല കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ വേറൊരാളിലാക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ഫ്ലവറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെയുള്ള രാമ്പൻ സിറ്റുവേഷൻസൊക്കെ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കണക്കുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ്. മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കും.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ കിച്ചണിലെ പരിപാടീസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഇന്നിപ്പോൾ സൺഡേ ആണ്, പിള്ളേഴ്സിന് സ്കൂളില്ല. ഇക്കായും അന്നമ്മയും കൂടി മുകളിൽ പെരയിടത്തിൽ ഭയങ്കര കാടായിട്ടുണ്ട്, മഴയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വിചാരിച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ എന്താണ്, റൈഹു ദഫിന് പോയി. പിന്നെ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി, എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്നുള്ളത് പറയും. എനിക്ക് ഒട്ടും തീരെ വയ്യായിരുന്നു നിൽക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ചോറ് അരി അടുപ്പി കിടക്കുന്നുണ്ട്, മീൻ കറി വെച്ചു. കാ വെച്ചിട്ട് ഇങ്ങനെ കിഴങ്ങുണ്ടാക്കുന്ന പോലെ ഒരു സാധനം എളുപ്പത്തിന് അതൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. കിടന്നാൽ പിന്നെ ഭയങ്കര കൂടുതൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതൊക്കെ പോയിട്ട് ചെയ്യട്ടെ. അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സിറ്റുവേഷൻസ്. പിന്നെന്താ, പിന്നെ ഞാൻ എൻഡോസ്കോപ്പിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഹെൽപ്പാവും. എത്ര രൂപയാണ്, എന്താണ് അതിൻ്റെ പെയിൻ, അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ പെയിൻ ഇല്ലേ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടോക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.